കുടുംബ ബന്ധം തകർക്കണം. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രമേയം എന്ന് പറയുന്നത്. ലിബറലിസ്റ്റുകൾ, സ്വതന്ത്ര ചിന്താഗതിക്കാർ, നിരീശ്വരവാദികളായാലും സ്വതന്ത്ര ചിന്താഗതിക്കാരായാലും ഫെമിനിസ്റ്റുകളായാലും ഇന്ന് പറയുന്നത് കുടുംബ ബന്ധം തകർക്കണമെന്നാണ്. ആണുങ്ങളുടെ ഒരു മേൽക്കോയ്മയുണ്ട്, അത് തകർക്കണം. നിങ്ങൾ കല്യാണം കഴിക്കരുത്, ദാമ്പത്യ ജീവിതം വേണ്ട, സിംഗിൾ ലൈഫ് മതി എന്ന രീതിയിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ ചെറുപ്പക്കാരെ വരെ മാറ്റി നിർത്തി കുടുംബം എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തെ തകർക്കുന്ന ഒരു ചിന്താഗതിയിലേക്ക് പ്രിയപ്പെട്ടവരെ ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 26 ആയാലും 30 ആയാലും കല്യാണം വേണ്ട എന്നൊരു ചിന്തയിലേക്ക് പെൺകുട്ടികൾ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് അവർക്ക് മോട്ടിവേഷൻ നൽകുന്നത്? സിംഗിൾ ലൈഫ് എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ അതേപോലെ പുരുഷന്മാരുടെ മേധാവിത്വമില്ലാതെ നിനക്ക് സ്വതന്ത്രമായി ജീവിക്കാം, നിന്നെ നിയന്ത്രിക്കാൻ, നിന്നെ കൺട്രോൾ ചെയ്യാൻ ഒരാളും വരൂല, നീ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാമെന്നുള്ളൊരു പ്രേരണ. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ ഇഷ്ടമാണെന്ന് പറയുന്നവർ, എന്റെ ജീവിതം എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഈ ബന്ധത്തെ തകർക്കാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ഹദീസ് വളരെ ഗൗരവത്തോടെ കാണണം പ്രിയപ്പെട്ടവരെ. നബി തങ്ങൾ പറഞ്ഞത്, കുടുംബ ബന്ധം മുറിച്ചു കളയുന്ന ആളുകൾക്ക് ആഖിബത്ത് നന്നായി മരിക്കേണ്ടി വരും, ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞു മൻസറഹു, ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരാൾ ആഗ്രഹിക്കുന്നത് അയാളുടെ ആയുസ് നീട്ടി കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഒരുപാട് കാലം ജീവിക്കാൻ നിങ്ങൾക്ക് പൂതിയുണ്ടെങ്കിൽ, ഒരുപാട് കാലം ജീവിക്കണം, 60-ലും 50-ലൊന്നും മരിക്കേണ്ട, ഒരു 70-80 വരെയൊക്കെ പോണം. അതിനിടയിൽ രോഗങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അസുഖങ്ങൾ ഉണ്ടാവാൻ പാടില്ല. രോഗങ്ങളില്ലാതെ അസുഖങ്ങളില്ലാതെ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഫല്യസിൽ റഹിമ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നന്നായി കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് അല്ലാഹു മാരകമായ രോഗങ്ങൾ തരൂല, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ തരൂല, കിഡ്നി തകരാറിലാകുന്നത് പോലെ, ഹാർട്ട് അറ്റാക്ക് പോലെ മാരകമായ രോഗങ്ങൾ നൽകി അള്ളാഹു അവരെ പരീക്ഷിക്കൂല. കുടുംബ ബന്ധം ചേർക്കുന്നവർ, എവിടെയോ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നവർ, അവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ